ശ്രീ റിജു മാക്കുറ്റി, ഇതിപ്പോൾ നോക്കൂ, കേരള രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിവാദങ്ങളാണ്. അതിനപ്പുറത്ത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് വോട്ടിനെ സ്വാധീനിക്കുക. അങ്ങനെ വീട്ടിൽ പോയി ചോദിക്കുകയാണെങ്കിൽ പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നതിനെ കുറിച്ചുള്ള ഉത്തരമായിരിക്കും കിട്ടുന്നത്. അങ്ങനെ വീട്ടിൽ നേരിട്ട് പോയി ചോദിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള മറുപടികളായിരിക്കും കിട്ടുക. ലോഡ് ഷെഡിംഗ് ഇല്ലാത്തതിനെ കുറിച്ചായിരിക്കും പറയുക. പുസ്തകം സമയത്തിന് കിട്ടുന്നതിനെ കുറിച്ചായിരിക്കും വീട്ടിൽ പോയി ചോദിക്കുകയാണെങ്കിൽ പറയുക. തുടങ്ങിയവയൊക്കെയാണ് ഇതിനെതിരെ ഉണ്ടാകുന്നത്. അതായത് എങ്ങനെയാണോ വിമർശനം ഉണ്ടാകുന്നത് അതിനെതിരെയുള്ള മറുപടി. അതിലേറെക്കുറെ കുറച്ച് യാഥാർത്ഥ്യമുള്ളത് വിവാദങ്ങൾ വരും പോകും. 10-18 ദിവസം ഇനിയുമുണ്ട് തെരഞ്ഞെടുപ്പിന്. അതിൽ വോട്ട് കുത്താൻ പോകുന്ന സമയത്ത് ജനം പരിഗണിക്കുന്നത് ഇതൊന്നുമല്ലേ? ശ്രീമതി മാധു, ഇപ്പോൾ 3 മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നു. ഇതുപോലെ വലിയ പ്രഖ്യാപനങ്ങളും സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി മാറ്റുരച്ച് വലിയ രൂപത്തിലെ PR വർക്കിന്റെ ഭാഗമായി വലിയ ക്യാമ്പയിൻ നടന്നിട്ട് എന്താ സംഭവിച്ചു നമുക്കറിയാലോ. കേരളത്തിനകത്ത് ഭരിക്കുന്ന കോർപ്പറേഷനകത്ത് കണ്ണൂർ ഞങ്ങൾ തിരിച്ചു നിലനിർത്തി. അതോടൊപ്പം കോഴിക്കോടിലെ അവസ്ഥ എന്താണെന്നറിയാം. തൃശ്ശൂരും അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളവും കൊല്ലം CPM-ന്റെ കോട്ടയ കൊല്ലം ഉൾപ്പെടെ UDF ഭരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം BJP-യും കൊടുത്തു. ജില്ലാ പഞ്ചായത്തുകളുടെ കണക്ക് നോക്കൂ, ബ്ലോക്ക് പഞ്ചായത്ത് കണക്ക് നോക്കൂ, നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ കണക്ക് നോക്കൂ, നിങ്ങൾ പഞ്ചായത്ത് കണക്ക് നോക്കൂ. 3 മാസത്തിന് മുമ്പിൽ ജനങ്ങൾക്ക് ഇതൊക്കെ ഇവർ കൊടുത്ത ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെങ്കിൽ ഇതൊക്കെ ഇവർ നേടണ്ടേ? അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വാചാടോപം. അതോടൊപ്പം തന്നെ ഈ പ്രചരണത്തിനപ്പുറത്തേക്ക് യഥാർത്ഥ ജനങ്ങൾക്ക് ഈ സർക്കാരിനെ കുറിച്ച് ബോധ്യമുണ്ട്, ഈ സർക്കാരിന്റെ നിലപാടിനെ കുറിച്ച് ബോധ്യമുണ്ട്. ഈ നാട് വേദനിക്കുന്ന ഒരുപാട് വിഷയമുണ്ട്. ആ വേദനിക്കുന്ന വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ചയാകപ്പെടുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന് പറയുമ്പോൾ അത് കട്ടത് സഖാക്കളാണ് എന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള പുകമറ സൃഷ്ടിച്ചാലും അതിനകത്ത് പിടിക്കപ്പെട്ടവരും ജയിലിൽ പോയവരും എല്ലാം സഖാക്കളാണ് എന്നുള്ള ബോധ്യം നമ്മുടെ മുമ്പിൽ. അയ്യപ്പന്റെ സ്വർണം കട്ടിട്ടുണ്ടല്ലോ, ദ്വാരപാലക ശില്പം അടിച്ചു മാറ്റിയിട്ടല്ലോ, അത് പോയിട്ടില്ലേ? അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് മാത്രമല്ല ശ്രീമതി മാധു, ആരോഗ്യരംഗത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ? ആരോഗ്യരംഗം ഇവർ പറയും നമ്പർ 1 കേരളം എന്നാ. ആ കേരളത്തിനകത്ത് ആരോഗ്യരംഗത്ത് ഡോക്ടർമാരില്ലാത്ത എത്രയോ ആശുപത്രികളുണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട്. ഞാൻ കണ്ണൂർ കോർപ്പറേഷനകത്ത് ഒരു ജനപ്രതിനിധിയാണ്. ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഞങ്ങൾ ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. വിലക്കയറ്റം ഇതുപോലെ രൂക്ഷമായ ബന്ധപ്പെട്ട ആശങ്കകൾ ആ സമയത്ത് പ്രതിപക്ഷത്തിന് ഒരു രാഷ്ട്രീയ വിഷയവും ഉന്നയിക്കാൻ പോയിട്ട് മര്യാദയ്ക്കൊന്ന് പ്രതികരിക്കാൻ പോലുമുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ വരുമ്പോഴും ഈ ഡീല് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഒരു ഡീലും നിങ്ങളൊരു കാര്യം പറയട്ടെ, ജനങ്ങൾക്ക് അറിയാം ഈ സർക്കാർ എന്താണെന്ന്. ഈ ജനവിരുദ്ധ സർക്കാർ എന്നറിയാം. 3 മാസം മുമ്പ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾക്ക് നേടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു തർക്കവും ഞങ്ങൾ പറയാതെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഇത് പിണറായി വിജയനെതിരെ ആഞ്ഞു കുത്താൻ, ഈ സർക്കാരിനെതിരെ ആഞ്ഞു കുത്താൻ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങൾ വെറുതെ പറയുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണമുണ്ട്. രക്തസാക്ഷി ഫണ്ട് മുക്കിയതിന്റെ തെളിവ് കൊണ്ടുവന്നു. ആ തെളിവ് കൊണ്ടുവന്ന ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആ മനുഷ്യൻ കേരളത്തോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ സർക്കാർ കള്ളന്മാരുടെ സർക്കാരാണ്. പാർട്ടി സഖാവിന്റെ രക്തസാക്ഷ്യത്തിന്റെ ഫണ്ട് മുഖ്യവനെ സംരക്ഷിക്കുന്നവരാണെന്ന് പറയുമ്പോൾ യഥാർത്ഥ സഖാക്കൾ വരും. എന്തുകൊണ്ട് തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ വന്നത് എങ്ങനെയാണ്? മലപ്പട്ടം പഞ്ചായത്തിലെ CPM-ന്റെ കോട്ടയിൽ നിന്ന് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ അവിടെ സ്ഥാനാർത്ഥിയായെങ്കിൽ എങ്ങനെ G സുധാകരൻ വന്നു? എങ്ങനെ ഐഷ പൂറ്റി വന്നു? എങ്ങനെ PK ശശി വന്നു? എങ്ങനെ ഈ PV അൻവർ എന്ന് പറയുന്ന പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ട PV അൻവർ എങ്ങനെ വന്നു? ഇത് കേരളത്തിലെമ്പാടും ഒരു പരിച്ഛേദമാണ്. യഥാർത്ഥ സഖാക്കൾ, ആ സഖാക്കൾ ഒരു കാരണവശാലും ഈ പിണറായി വിജയന് വോട്ട് ചെയ്യില്ല. സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ 3ാം ഭരണം വന്നാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തെ പോലെയുള്ള സാംസ്കാരിക പ്രവർത്തകന്, സാഹിത്യകാരന് ബോധ്യമുണ്ടെങ്കിൽ, ഇടതുപക്ഷക്കാരന് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം ഈ നാട്ടിലെ സാധാരണക്കാരായ സഖാക്കളുടെ മനസ്സിനകത്ത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അവരാണ് ആഞ്ഞുകുത്തുക പിണറായി വിജയനെതിരെ. അതുകൊണ്ടാണ് അത്യുജ്വലമായ വിജയം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിജയം, സെഞ്ചുറി കടക്കുന്ന വിജയത്തിലേക്ക് UDF കടന്നുപോകും. ഒരു തർക്കം നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ശരി. Debate with Madhu Saji.